ക്രിസ്തുദർശനം എന്ന പരിപാടിയിലേക്ക് ഷാലോം ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അരിമത്യാക്കാരൻ ജോസഫിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി അലക്സാണ്ട്ര റിപ്ലി എഴുതിയ എ ലവ് ഡിവൈൻ, ദൈവികമായ സ്നേഹം എന്ന നോവലാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അരിമത്യാക്കാരൻ ജോസഫ് 4 സുവിശേഷങ്ങളിലും പ്രത്യക്ഷപ്പെടുന്ന, അല്പസമയത്തേക്കേ ഉള്ളൂ എങ്കിലും 4 സുവിശേഷങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നൊരു കഥാപാത്രമാണ്. യേശുവിൻ്റെ കുരിശാരോഹണ സമയത്ത് അദ്ദേഹം അവിടെ സന്നിഹിതനായിരുന്നു. കുരിശിൽ നിന്ന് മൃതശരീരം ഇറക്കി സംസ്കരിക്കുന്ന ജോലി നിർവഹിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു കല്ലറയിലാണ് ഈ സംസ്കാര കർമ്മം നടന്നത്. എല്ലാ സുവിശേഷകന്മാരും അദ്ദേഹത്തെപ്പറ്റി പരാമർശിക്കുന്നുണ്ടെങ്കിലും വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലും അതുപോലെ തന്നെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലും അദ്ദേഹം യേശുവിൻ്റെ ശിഷ്യനായിരുന്നു എന്ന് കൂടി സൂചിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവർ അക്കാര്യത്തെപ്പറ്റി മൗനം പാലിക്കുകയാണ്. ഇവിടെ നോവലിസ്റ്റ് വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടാണ്. അദ്ദേഹം യേശുവിൻ്റെ മരണം കഴിഞ്ഞാണ് യേശുവിനെ നേരിട്ട് കാണുന്നത്. പിന്നീടാണ് യേശുവിൻ്റെ മാർഗം സ്വീകരിക്കുന്നതായിട്ട് നോവലിസ്റ്റ് ചിത്രീകരിക്കുന്നത്. അരിമത്യ എന്ന് പറയുന്നത് യഹൂദിയയിലെ ഒരു ഗ്രാമമാണ്. റാമ എന്നും പറയും. അവിടുത്തെ ജോഷ്വ ഹെലേന ദമ്പതികളുടെ മകനായിട്ടാണ് ജോസഫിൻ്റെ ജനനം. മാതാപിതാക്കളുടെ ഇച്ഛയ്ക്ക് വിരുദ്ധമായി ഒരു നാവികനായി തീരാനാണ് കടൽ അദ്ദേഹത്തിന് വലിയ ഒരു പ്രലോഭനമായിരുന്നു. ഒരു നാവികനായി തീരാനാണ് ജോസഫ് കുട്ടിക്കാലം മുതലേ ആഗ്രഹിച്ചത്. 9 വയസ്സിലാണ് ഒരു കടൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ പോലും അതിനുമുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കടൽ ഇങ്ങനെ സ്ഥാനം പിടിച്ചിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക, മറ്റ് നാവികരുമായി ചങ്ങാത്തം സ്ഥാപിക്കുക, അങ്ങനെ അച്ഛനമ്മമാരുടെ താല്പര്യത്തിന് വിരുദ്ധമായി ജോസഫ് ഒരു നാവികനായി തീർന്നു. മാത്രമല്ല അതിൽ വളരെയധികം വിജയിക്കുകയും ചെയ്തു. ക്രമേണ ഒരു കപ്പൽ വ്യൂഹം അദ്ദേഹം സൃഷ്ടിച്ചെടുത്തു. വിദേശങ്ങളുമായിട്ട് വാണിജ്യം, പല ഭൂഖണ്ഡങ്ങളുമായിട്ട് വാണിജ്യം ബന്ധത്തിലേർപ്പെട്ടു. ഇതിനിടയിൽ ഈ യാത്രകൾക്കിടയിൽ സ്വാഭാവികമായിട്ടും യാത്രികരായി വരുന്ന ആളുകളുമായിട്ട് സമ്പർക്കം പുലർത്താൻ കഴിഞ്ഞു. അങ്ങനെ അവിടുത്തെ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ കിം ഹെറോദുമായി അദ്ദേഹത്തിന് സൗഹൃദം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഹെറോദിൻ്റെ കുടുംബാംഗങ്ങളുമായി അദ്ദേഹം ബന്ധപ്പെട്ടു. അവരുടെയൊക്കെ സുഹൃത്തായി കഴിഞ്ഞു. മാത്രമല്ല വ്യാപാരം വഴി വളരെ സമ്പന്നനായപ്പോൾ അദ്ദേഹത്തിന് റോമിലെ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലും പ്രവേശനമുണ്ടായി. അഗസ്റ്റസ് സീസറും പിന്നീട് വന്ന തൈബീരിയസ് സീസറും അദ്ദേഹത്തിന് ചില അധികാര പത്രങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അങ്ങനെ സമൂഹത്തിൽ വളരെ ഉന്നതമായ മാന്യസ്ഥാനമുള്ള ഒരു വലിയ ധനികനായിരുന്നു. സുവിശേഷങ്ങളിലും ഒരു ധനികനായിരുന്നു ജോസഫ് എന്ന് പറയുന്നുണ്ട്. ജോസഫ് തൻ്റെ ബാല്യകാല സഖിയായിരുന്ന സാറയെയാണ് വിവാഹം കഴിച്ചത്. പക്ഷെ വളരെ കാലത്തേക്ക് ഇവർക്ക് കുട്ടികളുണ്ടായില്ല. നമ്മുടെ അബ്രഹാത്തിൻ്റെ ഭാര്യ സാറയുടെ കാര്യം പറഞ്ഞതുപോലെ വാർദ്ധക്യത്തിലാണ്, 50 വയസ്സിന് ശേഷമാണ് സാറ ഗർഭിണിയാകുന്നത്. പ്രസവത്തോടുകൂടി സാറ മരിച്ചു പോവുകയും ചെയ്തു. ആ കുട്ടിയെ വളർത്താൻ ജോസഫ് വളരെ കഷ്ടപ്പെട്ടു. അമ്മയില്ലാത്ത കുട്ടിയാണ്. വളരെയധികം സമ്പത്തുണ്ടെങ്കിലും ഈ കൊച്ചു കുട്ടിയുടെ കാര്യം നോക്കാൻ അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ട് നേരിട്ടു. മാത്രമല്ല ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം കൂടി അദ്ദേഹത്തിന് മനസ്സിലായി. ആ കുട്ടിക്ക് കാലുകൾക്ക് ചലനശേഷി ഉണ്ടായിരുന്നില്ല. വളരെയധികം നേർച്ച കാഴ്ചകളൊക്കെ നടത്തി വാർദ്ധക്യകാലത്തിലുണ്ടായ ഒരു കുട്ടി ഇപ്രകാരം അംഗവിഹീനയായത് അദ്ദേഹത്തിന് വലിയ ഒരു അന്ധക്ഷോഭമുണ്ടാക്കി. പിന്നെ ഈ കുട്ടിയെ ചികിത്സിക്കാനുള്ള യത്നമായി. എല്ലാ ഡോക്ടർമാരെയും കാണിച്ചു. സ്വദേശത്തും വിദേശത്തുമുള്ള നിരവധി വൈദ്യന്മാരെ അദ്ദേഹം കാണിച്ചു. പക്ഷേ ആർക്കും ഈ കുട്ടിയുടെ ഈ തളർന്ന കാലുകൾക്ക് ജീവൻ വെപ്പിക്കാൻ കഴിഞ്ഞില്ല. ഈ തിരുമാനും മറ്റുമൊക്കെ ആയിട്ട് അവിടെ ഹോമർ എന്നു പേരായ ഒരാളെ നിയോഗിച്ചു. ഏറ്റവും ഒടുവിൽ അലക്സാണ്ട്രിയയിലെ പ്രസിദ്ധരായിട്ടുള്ള വൈദ്യന്മാരെ അദ്ദേഹം പോയി കണ്ടു. അവിടെ ഒരു ഓപ്പറേഷൻ വേണമെന്ന് അവിടുത്തെ ഏറ്റവും പ്രസിദ്ധനായ വൈദ്യൻ വിധിച്ചു. പക്ഷേ ഓപ്പറേഷന് ശേഷവും ഈ കുട്ടിയുടെ കാല് സുഖപ്പെടും എന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് ജോസഫ് നിരാശനായിട്ട് തിരിച്ചു പോന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടിമയായ എല്ലാ കാര്യത്തിലും
അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന അന്തിയോക്കസ് എന്നു പേരായ ഒരു അടിമയുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഈയിടെയായിട്ട് ജെറുസലേമിൽ ചില ദിവ്യ പുരുഷന്മാർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇവരിലാരെയെങ്കിലും കാണിച്ചാൽ ഈ അസുഖം ഭേദമാകും. അപ്പോൾ ജോസഫിന് ദിവ്യ പുരുഷന്മാരിലൊന്നും വലിയ താല്പര്യമില്ല. ദൈവിക കാര്യങ്ങളിൽ അദ്ദേഹം ആചാരങ്ങളിലൊക്കെ അദ്ദേഹം സന്നദ്ധിരി സംഘത്തിലെ ഒരു അംഗമാണ് എങ്കിൽ പോലും വല്ലപ്പോഴുമൊക്കെ ഈ മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കുള്ളൂ. അദ്ദേഹം വ്യാപാരി ആയതുകൊണ്ട് വളരെ ദൂരങ്ങളിലൊക്കെ സഞ്ചരിക്കുകയാണ്. പൊതുവെ ഈ ഇത്തരം ദിവ്യ പുരുഷന്മാരുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് വലിയ വിശ്വാസമില്ല. പക്ഷേ ഇടയ്ക്ക് സ്നാപക യോഹന്നാൻ എന്നൊരാളെ പറ്റി അദ്ദേഹം കേട്ടു. അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളെപ്പറ്റി കേട്ടു. അദ്ദേഹം ഉൾപ്പെടുന്ന സന്നദ്ധിരി സംഘത്തിന് മുമ്പിൽ സ്നാപകനെ പറ്റി ചില പരാതികൾ വരികയും ചെയ്തു. അങ്ങനെ ചിലരെല്ലാവരും കൂടി സ്നാപകനെ കാണാൻ ചെന്നപ്പോൾ അണലികളുടെ സന്താനമേ എന്നൊക്കെ അദ്ദേഹം വിളിച്ച്, അങ്ങനെ ഈ സ്നാപകനോടും ഈ ഇവരോടുമൊക്കെ അത്ര വലിയൊരു താല്പര്യം ഇല്ലാത്ത അവസ്ഥ. മാത്രമല്ല ചിലരോടൊക്കെ ശത്രുതയും. സന്നദ്ധിരി സംഘത്തിൽ ചിലർക്ക് ഈ സ്നാപകനോട് ശത്രുത ഉണ്ടായിരിക്കുന്ന സമയത്ത്. അപ്പോൾ ആ ഇടയ്ക്ക് അന്തിപ്പാസ് ഹെറോദോസ് ഹെറോദ്യയെ വിവാഹം കഴിച്ചതിൽ സ്നാപകന് ദേഷ്യമുണ്ടായി. അദ്ദേഹം അത് പരസ്യമായി ഇത് വ്യഭിചാരമാണ് എന്ന് പരസ്യമായി പറയുകയും ചെയ്തു. ഇതിൻ്റെ പേരിൽ സ്നാപകനെ അറസ്റ്റ് ചെയ്യുകയും സലോമിയുടെ ആവശ്യപ്രകാരം ശിരച്ഛേദം ചെയ്യുകയും ചെയ്തു. ഈ വാർത്തകളൊക്കെ ജോസഫ് കേട്ടു. ഈ ഹെറോദിൻ്റെ കുടുംബവുമായി വലിയ ബന്ധമുള്ള ആളാണെങ്കിലും ഈ വാർത്തയൊക്കെ കേട്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ ദുഃഖമുണ്ടായി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇദ്ദേഹവും ജോസഫും സംഘവും കൂടി ഇങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ ഒരു മലമുകളിൽ വലിയൊരു ആൾക്കൂട്ടവും ബഹളമൊക്കെ കണ്ടു. ഇതെന്താണെന്ന് അന്വേഷിച്ചപ്പോൾ യേശു അവിടെ വന്നിരിക്കുന്നു, രോഗികളെ സുഖപ്പെടുത്തുന്നു. ഇത് കേട്ടപ്പോൾ ആ അന്തിയോക്കസ് എന്ന് പറഞ്ഞ അടിമ ഈ കാലുകൾ തളർന്ന എല്ല എന്ന കുട്ടിയെയും എടുത്തുകൊണ്ട്, അപ്പോഴേക്കും അവൾക്ക് 5-8 വയസ്സായി, സംസാരിക്കാനൊക്കെ പ്രായമായി ആ സമയത്ത്, ഈ കുട്ടിയെയും എടുത്തുകൊണ്ട് ഓടി. വഴിയിലൊരാൾ തടഞ്ഞു നിർത്തി, ഒരു സ്ത്രീ ഒരു വടിയുമായിട്ട് നിന്ന് തടഞ്ഞു നിർത്തി. ഇപ്പോൾ യേശുവിന് ആരെയും കാണാൻ പറ്റുകയില്ല, അവിടെ വലിയ ആൾ കൂട്ടമാണ്. മാത്രമല്ല അദ്ദേഹം പോവുകയാണ്, ഇനിയിപ്പം പോകാൻ പറ്റില്ല. അപ്പോൾ അന്തിയോക്കസ് പറഞ്ഞല്ല, എനിക്ക് ഈ കുട്ടിയെ കാണിക്കണം, കണ്ടില്ലേ ഇതിൻ്റെ കാല് തളർന്നിരിക്കുന്നു. അവസാനം ഈ അവിടെ നിന്ന സ്ത്രീ അന്തിയോക്കസിനെ പോകാൻ അനുവദിച്ചു. ജോസഫും പിന്നാലെ പോയി. അപ്പോഴേക്കും അവിടെ വലിയ ഉന്തും തള്ളും ബഹളമൊക്കെയാണ്. യേശുവിനെ കാണാൻ വരുന്നവരും അവിടെ നിന്ന് വരുന്നവരും എല്ലാം കൂടി മലമുകളിൽ വലിയ ഉന്തും തള്ളുകയാണ്. ആ ബഹളത്തിൽ നിലത്ത് വീണ് ജോസഫിൻ്റെ പുറത്ത് കുറേ പേര് കയറി ചവിട്ടി. ജോസഫ് അവിടെ നിന്ന് എഴുന്നേക്കാൻ കഷ്ടപ്പെടുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ കാണുന്നുണ്ട് അന്തിയോക്കസ് എല്ലയുമായിട്ട് മടങ്ങി വരുന്നു. അങ്ങോട്ട് എടുത്തുകൊണ്ട് പോയ എല്ലാം ഇങ്ങോട്ട് വരുമ്പോൾ നടന്നു വരികയാണ്. ഇതെന്തൊരു അത്ഭുതം! ജോസഫ് ചോദിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു? അപ്പോൾ എല്ലാ പറഞ്ഞു, ഞാൻ അവിടെ ചെന്നപ്പോൾ യേശു അവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹം പോകാനൊരുങ്ങിയായിരുന്നു. എന്നെ കണ്ടിട്ട് കുഞ്ഞെ നിനക്ക് സുഖമാണല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എല്ലാം ശരിയായിരിക്കുന്നു. അപ്പോൾ യേശു അന്തിയോക്കസിനോട് കുട്ടിയെ താഴെ ഇറക്കി നിർത്തുവാൻ ആവശ്യപ്പെട്ടു. അന്തിയോക്കസ് കുട്ടിയെ താഴെ ഇറക്കി നിർത്തിയപ്പോൾ എല്ലാ സ്വന്തം കാലുകളിൽ നിന്നു. എല്ലാ പറഞ്ഞു, യേശുവിന് മറ്റു സ്നേഹമായിരുന്നു, അദ്ദേഹം എന്നെ തൊടുക പോലും ചെയ്തില്ല, അദ്ദേഹത്തിൻ്റെ നോട്ടം കൊണ്ട് തന്നെ എൻ്റെ കാലുകൾ സുഖപ്പെട്ടു, ദാ എനിക്കിപ്പോൾ സുഖമായിട്ട് നടക്കാം. ഇത് ജോസഫിന് വലിയൊരു അത്ഭുതമായിരുന്നു. ജോസഫ് ചവിട്ടുകൊണ്ട് നിലത്ത് കൊണ്ട് കിടക്കുകയാണ്, ദേഹത്തൊക്കെ പരുക്കുകളാണ്. ജോസഫ് എഴുന്നേക്കാൻ ശ്രമിച്ചപ്പോൾ നേരത്തെ തടഞ്ഞു നിർത്തിയ സ്ത്രീ താൻ തടയാൻ ഉപയോഗിച്ച വടി കൊണ്ട് ജോസഫിന് കൊടുത്തു, ഇത് നിങ്ങൾക്കിരിക്കട്ടെ, നിങ്ങൾക്കിത് ഉപകരിക്കും. ആ വടി വാങ്ങി നിലത്ത് കുത്തി ജോസഫ് എഴുന്നേറ്റു. അദ്ദേഹത്തിന് എന്തെന്നില്ലാത്തൊരു ആഹ്ലാദം തോന്നി. താൻ ഇത്രയും കാലത്തെ അന്വേഷണം, എത്രയോ വൈദ്യന്മാരെ കാണിച്ച് എത്രയോ രാജ്യങ്ങളിൽ സഞ്ചരിച്ച് സ്വന്തം മകളുടെ ഈ രോഗം ഭേദമാക്കാൻ ഇപ്പോൾ ഇതാ നസ്രത്തിൽ നിന്നും വന്ന ഒരു പ്രവാചകൻ തൻ്റെ മകളുടെ കാല് സുഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പോയി. അതുകൊണ്ട് ഇന്ന് കാണാൻ പറ്റില്ല, ഇനി ഒരു അവസരത്തിൽ കാണണമെന്ന് ജോസഫ് തീരുമാനിച്ചു. ജോസഫ് സ്വന്തം ഭവനത്തിലേക്ക് പോയി. മാത്രമല്ല യേശുവിന് വലിയൊരു തുക സംഭാവന ചെയ്യാനും ജോസഫ്, അദ്ദേഹം ഇഷ്ടം പോലെ പണമുണ്ടല്ലോ, അപ്പോൾ അതിൽ കുറേ യേശുവിന് കൊടുക്കാൻ ജോസഫ് ആലോചിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ അന്തിയോക്കസ് വന്ന് പറഞ്ഞു, യേശുവിനെ കുരിശിൽ തറച്ചു കൊന്നു. ഇത് കേട്ട് ജോസഫ് ഞെട്ടിപ്പോയി. അപ്പോഴാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ ജോസഫ് അന്വേഷിച്ച് ചെല്ലുന്നത്. ഇപ്പോൾ സൻഹദ്രീൻ സംഘം ആണ് ഇങ്ങനെ ഒരു വധകർമ്മം നടത്താനുള്ള ഗൂഢാലോചന നടത്തിയതെന്നും അതിൻ്റെ ഫലമായി പീലാത്തോസ് അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു എന്നും ജോസഫ് പറഞ്ഞപ്പോൾ ജോസഫ് പറഞ്ഞു, എനിക്കത് തടയാൻ സാധിക്കുമായിരുന്നു, ഞാനും സൻഹദ്രീൻ സംഘത്തിലെ ഒരു അംഗമാണ്, മീറ്റിങ്ങിന് ഞാൻ അങ്ങനെ പോവാറില്ലെങ്കിലും
പക്ഷേ എനിക്കത് തടയാൻ സാധിക്കുമായിരുന്നു, എനിക്കതിനുള്ള അധികാരമുണ്ടായിരുന്നു. പീലാത്തോസിൻ്റെ അടുക്കൽ പോലും വലിയ അധികാരമുള്ള ആളാണ്, അഗസ്റ്റസ് സീസറുടെ സാക്ഷ്യപത്രം കയ്യിലുള്ള ആളാണ്. അങ്ങനെ ഒരാളെ ആരും ബഹുമാനിക്കും, എനിക്കത് തടയാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ അന്തിയോക്യസ് പറഞ്ഞു, നിങ്ങൾക്കത് തടയാൻ, അത് ദൈവഹിതമാണ്, നിങ്ങൾക്കത് തടയാൻ സാധ്യമല്ല, അതങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു. ജോസഫിന് അതെന്തോ അങ്ങനെ മനസ്സിലായില്ല. ഏതായാലും മരിച്ചു എന്ന് കേട്ടപ്പോൾ ഒന്ന് കാണാൻ പോവുക തന്നെയെന്ന് തീരുമാനിച്ചു. ജോസഫ് ഗാഗുൽത്ത മലയിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ യേശു കുരിശിൽ തൂങ്ങിക്കിടക്കുന്നു. 2 മേരിമാർ, മഗ്ദലന മേരിയും അതുപോലെ യേശുവിൻ്റെ അമ്മയായ മേരിയും അവിടെയുണ്ട്. മഗ്ദലന മേരിയാണ് നേരത്തെ ഈ മലമുകളിൽ വെച്ച് ജോസഫിനെ തടഞ്ഞു നിർത്തിയതും പിന്നീട് അദ്ദേഹത്തിന് ഊന്നി നടക്കാനൊരു വടി കൊടുത്തു. ഈ വടി എപ്പോഴും പിന്നീട് ജോസഫിൻ്റെ കൈവശമുണ്ട്. അവിടെ ചെന്നപ്പോൾ ഒരു പ്രശ്നം, പിറ്റേന്ന് ശാബത്താണ്. അതിന് മുമ്പ് തന്നെ ഈ മൃതശരീരം അടക്കം ചെയ്യണം, അതിനൊന്ന് സഹായിക്കണമെന്ന് മഗ്ദലന മേരി ജോസഫിനോട് പറഞ്ഞു. അപ്പോൾ അതിന് പീലാത്തോസിൻ്റെ അനുവാദം വേണം. ജോസഫ് നേരെ പീലാത്തോസിനെ പോയി കണ്ടു, തൻ്റെ അധികാരപത്രം കാണിച്ചു. അങ്ങനെ പീലാത്തോസിന് ബഹുമാനമായി. അങ്ങനെ പീലാത്തോസ് ജോസഫ് പറഞ്ഞത് പ്രകാരം അതിനുള്ള അനുമതി കൊടുത്തു. മാത്രമല്ല ജോസഫിൻ്റെ അംഗരക്ഷകരായിട്ട് പട്ടാളക്കാരെയും വിട്ടുകൊടുത്തു. അപ്പോൾ ഇവരുടെയൊക്കെ അകമ്പടിയോടുകൂടി ജോസഫ് അവിടെ വരികയും ജോസഫും അന്തിയോക്കസും ചേർന്ന് കുരിശിൽ നിന്ന് യേശുവിൻ്റെ ശരീരം ഇറക്കി താഴെ കിടത്തി ആ ശുശ്രൂഷകളൊക്കെ ചെയ്ത് കച്ചയിൽ പൊതിഞ്ഞ് ജോസഫിൻ്റെ തന്നെ അധീനതയിലുണ്ടായിരുന്ന ഒരു കല്ലറയിൽ അടക്കം ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞ് ജോസഫിൻ്റെ മനസ്സ് മുഴുവൻ യേശുവാണ്. കാരണം തനിക്ക് ഒരു ഉപകാരം ചെയ്ത, ഏറ്റവും വലിയൊരു ഉപകാരം ചെയ്തൊരു മനുഷ്യൻ, എന്തിനാണ് അദ്ദേഹം മരിച്ചത് എന്നൊക്കെ പിന്നീടാണ് അദ്ദേഹം അന്വേഷിക്കാൻ തുടങ്ങിയത്. അതറിയാൻ വേണ്ടി അദ്ദേഹം മഗ്ദലന മറിയത്തിനെ പിന്നീട് സമീപിക്കുന്നുണ്ട്. അവസാനം യേശുവിൻ്റെ മാർഗം സ്വീകരിക്കാൻ ജോസഫ് തീരുമാനിക്കുകയാണ്. മാത്രമല്ല യേശുവിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കാൻ. അങ്ങനെ മഗ്ദലന മറിയവും ശിഷ്യന്മാരിൽ ചിലരും ഒക്കെ കൂടി ചേർന്ന് ചില യോഗങ്ങളൊക്കെ നടത്തി. അതിൻ്റെ ഫലമായിട്ട് മഗ്ദലന മറിയവും ഒരു സംഘവും ഈജിപ്തിലേക്ക് പുറപ്പെടാനും ജോസഫ് റോമിലേക്ക് പോകാനും തീരുമാനിച്ചു. ജോസഫിന് കൂടുതൽ സ്വാധീനമുള്ളത്, പരിചയമുള്ളതും റോമാണ്, വ്യാപാരിയായതുകൊണ്ട്. അതുകൊണ്ട് റോമിൽ പോകാൻ തീരുമാനിച്ചു. അതിൻ്റെ പ്രാരംഭമായിട്ട് ജോസഫ് തൻ്റെ സമ്പത്തിൻ്റെ മേൽനോട്ടത്തിനായിട്ട് ചില ക്രമീകരണങ്ങളൊക്കെ വരുത്തി. സെന്നദ്രീം സംഘത്തിലെ തന്നെ തൻ്റെ സുഹൃത്തായ ഗമാലിയേൽ എന്നു പേരായ ഒരാളെ സമീപിച്ച് പറഞ്ഞു, എനിക്ക് കപ്പൽ വ്യാപാരത്തിൽ നിന്നും കിട്ടുന്ന ലാഭവിഹിതം നിങ്ങൾ സ്വീകരിക്കണം, എന്നിട്ട് അത് പാവങ്ങൾക്ക് വിതരണം ചെയ്യണം. അതിനുള്ള സംവിധാനമൊക്കെ ചെയ്തു. അദ്ദേഹം തൻ്റെ അടിമകളെ മുഴുവൻ സ്വതന്ത്രരാക്കുകയും അവർക്ക് മാന്യമായൊരു തുക സംഭാവനയായിട്ട് കൊടുക്കുകയും ചെയ്തു. ശേഷിച്ച പണം അദ്ദേഹം ട്രഷറിയിൽ അടച്ചിട്ട് അത് റോമിൽ നിന്ന് വീണ്ടെടുക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തി. റോമ ഭരണമാണല്ലോ, യഹൂദിയായാലും റോമാൻ്റെ ഗവർണറാണ് ഭരിക്കുന്നത്. അതിൻ്റെ രസീതൊക്കെ സംഘടിപ്പിച്ചു. അദ്ദേഹവും മകളും അന്തിയോക്കസും അദ്ദേഹത്തിൻ്റെ സംഘത്തിൽപ്പെട്ട മറ്റ് ആളുകളും കൂടി റോമിലേക്ക് യാത്രയാവുകയാണ്. അവിടെ ഒരു വീട് വാടകയ്ക്കെടുത്ത് അദ്ദേഹം താമസം ആരംഭിച്ചു. കൂട്ടത്തിൽ ഈ നായ്ക്കളും മറ്റുമൊക്കെ ഉണ്ട്. നേരത്തെ എല്ലയുടെ വളർത്തു നായ്ക്കൾ അവയും കൊണ്ടുവന്നിരുന്നു. പിന്നെ തൻ്റെ അടിമകൾ മോചിപ്പിച്ച അടിമകളും തൻ്റെ സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് ഒരു സംഘമാണ് അവിടെ താമസിക്കുന്നത്. അന്തിയോക്കസും ഒക്കെ ഉണ്ട് അവിടെ. ഇദ്ദേഹത്തിൻ്റെ സിനഗോഗിലൊന്ന് പ്രസംഗിക്കണം. യൂതന്മാരുടെ ആരാധനാലയമായ സിനഗോഗിലെ, റോമിൽ ഒരുപാട് യൂതന്മാരുണ്ട്. അങ്ങനെ ചിലരുടെ, അദ്ദേഹം റോമിൽ 10-11 വർഷം മുമ്പൊക്കെ വന്നിട്ടുള്ള ഒരാളാണ്, സിനഗോഗിൻ്റെ പോയിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം സിനഗോഗിൽ ചെന്നു, പ്രധാന പുരോഹിതനെ കണ്ട് അവിടെ പ്രസംഗിക്കാനുള്ള ഒരു അനുവാദം വാങ്ങി അദ്ദേഹം സമൂഹത്തിന് മുമ്പാകെ പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യമേ പറഞ്ഞു, എനിക്കിവിടെ ഒരാളെ അറിയാമായിരുന്നു, ഒരു കൊച്ചുകുട്ടി. പണ്ട് അവൻ്റെ പള്ളിയിൽ വെച്ച് അവൻ്റെ ചെരുപ്പ് കാണാതെ പോയിട്ട് ഞാനാണ് അത് കണ്ടെടുത്ത് കൊടുത്തത്, അവനിവിടെ ഉണ്ടോ? അപ്പോൾ ഒരു യുവാവ് എഴുന്നേറ്റ് പറഞ്ഞത് ഞാനാണ്. അങ്ങനെ ഒരു നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കി ഇദ്ദേഹം യേശുവിനെ പറ്റി അവിടെ പറയാൻ തുടങ്ങി. യേശുവിൻ ചെയ്ത അത്ഭുതങ്ങളെപ്പറ്റി, മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റതിനെപ്പറ്റി, തൻ്റെ മകളുടെ കാല് സുഖപ്പെടുത്തിയതിനെപ്പറ്റി, അപ്പം തൻ്റെ അനുഭവം വിവരിച്ചു. ഇതെല്ലാം കേട്ട് അവിടെ കൂടി ആളുകൾക്കെല്ലാം വലിയ ആശങ്കയും സന്ദേഹവും സന്തോഷവും, ഇങ്ങനെ വിവിധ സമ്മിശ്ര വികാരമാണ് അവർക്കുണ്ടായത്. അതിനുശേഷം നേരത്തെ പറഞ്ഞ സാമുവൽ എന്ന യുവാവിൻ്റെയും അവൻ്റെ അച്ഛനായ ജോവലിൻ്റെയും സഹായത്തോടുകൂടി അവരിവിടെ ചില പ്രവർത്തനങ്ങൾ നടത്തുകയാണ്, ചില യോഗങ്ങളൊക്കെ നടത്തുകയാണ്. പക്ഷെ കാര്യമായ ഒരു മാനസാന്തരം അല്ലെങ്കിൽ മനം മാറ്റം ആളുകൾക്ക് ഉണ്ടാകുന്നില്ല. ഇതിൽ ജോസഫിന് വലിയ നിരാശ തോന്നി. ഒന്നാമത് ജോസഫിന് പ്രസംഗിക്കാൻ അറിയില്ല. ജോസഫ് പറഞ്ഞു, എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല, എനിക്ക് ആജ്ഞാപിക്കാനേ അറിയുള്ളൂ.
അപ്പോൾ ആണ് ഏറ്റവും നല്ല ഒരു മാർഗം. എല്ലാം സംസാരിക്കും, കുറേ കൂടി ആളുകൾക്ക് ബോധ്യമാകുന്ന വിധത്തിൽ എല്ലാം സംസാരിക്കും. അങ്ങനെ ജോസഫും എല്ലയും കൂടിച്ചേർന്ന് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു മനുഷ്യൻ, ഒരു അടിമ ജോസഫിനെ കാണാൻ വന്നു. എനിക്ക് ക്രിസ്തു മതത്തിൽ ചേരണം. റൂഫസ് എന്നാണ് അവൻ്റെ പേര്, ചെമ്പൻ മുടിക്കാരൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അവൻ്റെ യജമാനനെ കാണാതെ വന്നിരിക്കുകയാണ്. പള്ളിയിൽ വെച്ച് ജോസഫ് പ്രസംഗിക്കുന്നത് കേട്ട് ആവേശം കൊണ്ട് വന്നതാണ്. അപ്പോൾ ജോസഫ് പറഞ്ഞു, ഞാൻ നിന്നെ വിലയ്ക്ക് വാങ്ങാം. അപ്പോൾ പറഞ്ഞു, എൻ്റെ യജമാനൻ എന്നെ ആർക്കും വിൽക്കുകയില്ല. ഏതായാലും റൂഫസിനെ ജ്ഞാനസ്നാനം ചെയ്ത് ക്രിസ്ത്യാനിയാക്കി ജോസഫ്. അപ്പോൾ അവിടെയുള്ള ആളുകൾക്കൊക്കെ ചിലർ സഹായങ്ങൾ, ജോസഫ് പാവങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായങ്ങളൊക്കെ ചെയ്തു. ഭക്ഷണം ഇല്ലാത്തവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കും. അപ്പോൾ കൂട്ടത്തിലുള്ളവർ ഓർപ്പിച്ചു, നമ്മൾ ദൈവരാജ്യം പ്രസംഗിക്കാനാണ്, യേശുവിൻ്റെ സന്ദേശം ഇവിടെ എത്തിക്കാനാണ് വന്നത്, അത് ചെയ്യണ്ടേ? ജോസഫ് പറഞ്ഞു, മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ് യേശു പറഞ്ഞത്, അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രിയിൽ ഇവർ താമസിക്കുന്നത് വളരെ നിലകളുള്ള ഒരു കെട്ടിടത്തിലാണ്, ഒരു മരം കൊണ്ടുണ്ടാക്കിയ ഒരു കെട്ടിടമാണ്. അതിൻ്റെ താഴത്തെ നിലയിലാണ് ഇവർ താമസിക്കുന്നത്. രാത്രിയിൽ എന്തോ ഒരു കരിഞ്ഞ മണം വന്ന് നോക്കുമ്പോൾ കെട്ടിടത്തിന് തീ പിടിച്ചിരിക്കുന്നു. ജോസഫും പരിവാരങ്ങളും വെളിയിലിറങ്ങി. അപ്പം മുകളിലുള്ളവരൊന്നും, മുകളിലത്തെ നിലയിൽ കിടക്കുന്നവരൊന്നും ഇത് അറിഞ്ഞിട്ടില്ല. ഉടനെ ജോസഫ് തൻ്റെ നായ്ക്കളെ മുകളിലേക്ക് പറഞ്ഞു വിട്ടു. അവർ കുരച്ച് ആളുകളെയെല്ലാം വെളിയിലിറക്കി. അങ്ങനെ ആർക്കും ഒരു അപകടവും ഉണ്ടാവാതെ അവരെല്ലാവരും ജീവൻ രക്ഷപ്പെടുത്തി. സ്വത്ത് വകകളൊക്കെ കത്തിപ്പോയി. എങ്കിലും ജോസഫിൻ്റെ രക്ഷാപ്രവർത്തനം അവിടെ വലിയ ഒരു ചലനം സൃഷ്ടിച്ചു. ഇതൊരു അത്ഭുത പ്രവർത്തനമായിട്ടാണ്, ഒരു അത്ഭുതത്തിൻ്റെ ഒരു പരിവേഷം നേരത്തെ തന്നെ ജോസഫിനുണ്ടല്ലോ. അങ്ങനെ വീട് ചാമ്പലായിപ്പോയ ജോസഫ് പരിവാരങ്ങളും ഡേവിഡ് എന്ന് പേരുള്ള ഒരു യഹൂദൻ്റെ വീട്ടിൽ താമസമായി. ഒരു ദരിദ്രനായൊരു യഹൂദൻ. അവൻ കൊടുത്ത ആ ഭക്ഷണമൊക്കെ കഴിച്ച്, അത് ഇന്നേ വരെ അത്രയും മോശം ഭക്ഷണം ഇവരാരും കഴിച്ചിട്ടില്ല. അപ്പോൾ എല്ലാം പറഞ്ഞു, അച്ഛാ നമുക്ക് ഇവർക്ക് കുറച്ച് നല്ല ഭക്ഷണം വാങ്ങി കൊടുത്താൽ നമ്മുടെ പണമുണ്ടല്ലോ. അപ്പോൾ ജോസഫ് പറഞ്ഞത് പാടില്ല, അത് അവരുടെ ആതിഥ്യത്തെ നമ്മൾ നിന്ദിക്കലാണ്. നമ്മൾ അവർക്ക് നല്ല ഭക്ഷണം വാങ്ങി കൊടുത്താൽ അതിൻ്റെ അർത്ഥം അവർ തന്ന ഭക്ഷണം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ്. അതുകൊണ്ട് അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. മറ്റു മാർഗങ്ങൾ നമുക്ക് ആലോചിക്കാം. ജോസഫ് ഏതായാലും അവിടെ കുറച്ച് സ്ഥലം വാങ്ങി ഒരു വലിയൊരു കെട്ടിട സമുച്ചയം നിർമ്മിക്കാൻ തീരുമാനിച്ചു. ഡേവിഡിനെ അതിൻ്റെ പണി ഏൽപ്പിച്ചു, അതിൻ്റെ മേൽനോട്ട ചുമതല. ഡേവിഡ് ഒരു കൽപ്പണിക്കാരനാണ്. അങ്ങനെ ഡേവിഡിനും സ്ഥിരമായൊരു വരുമാനം ഉണ്ടായി. ജോസഫിൻ്റെ കെട്ടിടം ഉയർന്നു വന്ന് അതിനിടയ്ക്ക് ഇദ്ദേഹം അവിടെയൊക്കെ നടന്ന് ആളുകളോട് പ്രസംഗിക്കുന്നുമുണ്ട്. ദൈവരാജ്യത്തെപ്പറ്റി, യേശുവിൻ്റെ സന്ദേശത്തെപ്പറ്റിയൊക്കെ ജോസഫ് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ജോസഫിൻ്റെ കെട്ടിടം പണി തീർന്നു. അദ്ദേഹം കുറേ ഭാഗം തനിക്ക് താമസിക്കാൻ എടുത്തിട്ട് ബാക്കിയൊക്കെ നിസാരമായ വാടകയ്ക്ക് മറ്റുള്ളവർക്ക്, വീടുകളില്ലാത്തവർക്ക് കൊടുത്തു. എന്നിട്ട് ഡേവിഡിനോട് പറഞ്ഞു, നീ ഇനി ജോലിക്ക് പോകണ്ട, നീ ഇതുപോലൊരു വീട് ഉണ്ടാക്കി അത് ഇങ്ങനെ വാടകയ്ക്കൊക്കെ കൊടുത്ത് എൻ്റെ ഒരു മേൽനോട്ടക്കാരനായിട്ടിരിക്കുക. അപ്പോൾ എനിക്കെവിടെ പണം, അതൊക്കെ ഞാൻ സഹായിക്കാം. അങ്ങനെ ഡേവിഡിനും സ്ഥിരമായിട്ടുള്ളൊരു വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനം ജോസഫ് ചെയ്തു. അതിനിടെ ജോസഫിന് സിനഗോഗുകളിൽ പ്രസംഗിക്കുന്നതിനൊരു വിലക്ക് അവിടുത്തെ മതാധികാരികൾ ഏർപ്പെടുത്തി. കാരണം ജോസഫ് അവിടെ നിന്ന് പുറത്താക്കപ്പെട്ട പാപികളായ ആളുകളുമായി സമ്പർക്കപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാരണം. അങ്ങനെ ജോസഫിന് സിനഗോഗുകളിൽ പ്രസംഗിക്കാൻ അനുവാദം നഷ്ടപ്പെട്ടു. മാത്രമല്ല വേറൊരു ചെറിയ ഒരു സംഗതി കൂടി ഉണ്ടായി. അവിടെയെങ്കിലൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പോലെ ദേവദാസി സമ്പ്രദായമുണ്ട്. ഈ അവിടുത്തെ പ്രാകൃത മതത്തിൽ, റോമിലെ പ്രാകൃത മതത്തിലും ദേവദാസികളുണ്ട്. അപ്പോൾ വലിയ സമ്പന്ന കുടുംബങ്ങളിൽ നിന്നും മറ്റുമൊക്കെ പെൺകുട്ടികളെ ദേവദാസികളായിട്ടെടുക്കുകയും പുരോഹിതകളായിട്ട്, വെസ്റ്റൽ വിർജിൻസ് എന്നാണ് അവരറിയപ്പെടുന്നത്. ഒരു ദിവസം ഈ ഇതിലെ നടന്നു പോകുമ്പോൾ ഒരു കുറ്റിക്കാട്ടിലൊരു കുട്ടി ഇന്ന് കരയുന്നു. ക്ലോഡിയ എന്നു പേരായ 5-8 വയസ്സുള്ള ഒരു ചെറിയ കുട്ടിയാണ്. അവളുടെ തലയാകെ മുണ്ടനം ചെയ്തിരിക്കുകയാണ്. നീ എന്താണ് കരയുന്നത്? അപ്പോൾ ഞാൻ ഓടിപ്പോകുന്നതാണ്. എവിടെ നിന്ന്? ഇവിടുത്തെ ഈ ദേവദാസികൾക്കിടെ, ആ പുരോഹിതകളുടെ പിടിയിൽ നിന്ന് ഞാൻ മോചിതനെ, എന്നെ പുരോഹിതയാക്കാൻ വേണ്ടി പിടിച്ചുകൊണ്ട് പോയതാണ്. എനിക്കത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഓടിപ്പോകുന്നതാണ്. എല്ലാം ഒന്നും അറിയാതെ ഈ കുട്ടിയെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടു. അവിടെ ഇവള് ആകെ പരിഭ്രമിച്ച് കഴിയുകയാണ്. അവളൊരു കൊച്ചു ബെഡിൽ കയറി ആ കൊച്ചുകുട്ടി അവിടെ കിടക്കുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പട്ടാളക്കാരൻ വന്നു.
വാതിൽക്ക് മുട്ടി ചോദിച്ചു, ഇവിടെ ഒരു കുട്ടി കയറി വന്നിട്ടുണ്ടോ? എല്ലേക്ക് സംഗതി അപകടമാണെന്ന് മനസ്സിലായി. ഇല്ല, എങ്കിലും എനിക്കൊന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞ് അയാൾ ആ വീടാകെ പരിശോധിച്ചു. അപ്പോൾ ഈ കുട്ടി വന്ന്, ക്ലോഡിയ എന്ന പേരായി കുട്ടി കിടക്കുന്ന മുറിയുടെ വാതിൽക്കിലെത്തിയപ്പോൾ എല്ലാം പറഞ്ഞു, അവിടെ എൻ്റെ അനിയത്തി കിടപ്പുണ്ട്, അവൾക്ക് ഇതാണ് കുഷ്ഠരോഗമാണ്. ഇത് കേട്ടപാടെ ആ മുറി പരിശോധിക്കാതെ, കാരണം തുറന്നു നോക്കിയാലും ഈ തലയിലൊക്കെ ഈ മുണ്ടനം ചെയ്ത് പരിക്കുകളൊക്കെ ഉണ്ട്, മൊട്ടത്തലയാണ്, പരിക്കുകളൊക്കെ ഉണ്ട്. പ്രാകൃതമായ രീതിയിൽ മുണ്ടനം ചെയ്തുകൊണ്ടാണ്, പെട്ടെന്ന് കുഷ്ഠരോഗമാണെന്ന് വിചാരിക്കും. അങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ. അപ്പോൾ അങ്ങനെ ഈ പട്ടാളക്കാരൻ ഇറങ്ങിപ്പോയി. ജോസഫും മറ്റും വന്നപ്പോഴാണ് ഈ അപകടത്തിൻ്റെ ഒരു വലിപ്പം മനസ്സിലാവുന്നത്. കാരണം അവിടുത്തെ ഈ വെസ്റ്റൽ വിർജിൻസ്, ഈ പുരോഹിതകളാവാൻ തിരഞ്ഞെടുത്ത ഈ കുട്ടിയെ രക്ഷപ്പെടുത്തുന്നത് വലിയൊരു കുറ്റമാണ്, കൊലപാതക കുറ്റം പോലെയുള്ളൊരു കുറ്റമാണ്. ഇനി അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ സുഹൃത്തുക്കൾ പറഞ്ഞ് എത്രയും വേഗം ഇവിടുന്ന് കടക്കണം. ക്ലോഡിയെ ഉപേക്ഷിക്കുന്നില്ല. അതുകൊണ്ട് ജോസഫ് പെട്ടെന്നൊരു വണ്ടി പിടിച്ച് രായ്ക്ക് രാമാനം അവിടെ നിന്ന് രക്ഷപ്പെട്ടു. റോമിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവർ ഒരു വഞ്ചിയിലാണ് പോകുന്നത്, ബോട്ടിലാണ് പോകുന്നത്. പുറപ്പെടുന്ന സ്ഥലത്തൊന്നും പറയുന്ന ദിക്കിലേക്കല്ല. കാരണം ഈ പുറകെ റോമാ സാമ്രാജ്യത്തിൻ്റെ അധികാരപരിധി വളരെ വിസ്തൃതമായതുകൊണ്ട് എവിടെയും റോമിൻ്റെ ചാരന്മാരുണ്ടാകുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഒരു തരത്തിലും തങ്ങൾ പിന്തുടരപ്പെടുകയില്ല എന്ന് ഉറപ്പാക്കിക്കൊണ്ട് അവർ വഞ്ചിയിൽ പോവുകയാണ്. ഇങ്ങനെ ഇവർ പല നാടുകളിലും മാറി മാറി 5 വർഷം കൊണ്ട് 5 രാജ്യങ്ങളിൽ താമസിച്ചു. എന്നിട്ട് ഒരിക്കൽ ഇവരിങ്ങനെ ഒരു ബോട്ടിൽ ഇങ്ങനെ സഞ്ചരിച്ചു. അപ്പം ബെലോറിയോൺ എന്ന പേരായ ഒരു സ്ഥലമുണ്ട്. അവിടെ പണ്ട് പോയിട്ടുണ്ട് ഇദ്ദേഹം ജോസഫ്. അങ്ങോട്ട് പോകാൻ ഉള്ള ഒരു തയ്യാറെടുപ്പിൽ ഇവർ പുറപ്പെടുകയാണ്. പെട്ടെന്നൊരു വലിയ കൊടുങ്കാറ്റുണ്ടായി. ഇവരുടെ ബോട്ട് കീഴ്മേൽ മറിഞ്ഞു. ബോധം വന്നപ്പോൾ ഇവരെല്ലാം ഒരു ദ്വീപിൽ അടിഞ്ഞുകൂടിയതായിട്ടാണ് കാണുന്നത്. ജോസഫിൻ്റെ കയ്യിൽ അപ്പോഴും പണ്ട് മേരി മഗ്ദലിനെ കൊടുത്ത വടിയിരിപ്പുണ്ട്. ഈ വടി അദ്ദേഹം ഒരു ചതുപ്പിൽ കുത്തിക്കൊണ്ട് എഴുന്നേറ്റു. ചുറ്റുപാടും നോക്കി. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, പല ഭാഗത്തായിട്ട് അടിഞ്ഞുണ്ട്. എല്ലാവരും ഒത്തുകൂടി നോക്കുമ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. ജോസഫ് അവിടെ കുത്തിയ വടി അത് പുഷ്പിച്ചിരിക്കുന്നു. അത് തളിർത്ത് ഒരു മരമായി മാറിയിരിക്കുന്നു. ഒരത്ഭുതം. ഇതെന്താണെന്ന് കാര്യം പിടികിട്ടിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ദ്വീപിൻ്റെ അധിപരായിട്ടുള്ള കുറച്ച് ആളുകളും അവരുടെ അംഗരക്ഷകരും കൂടി ഇവിടെ വന്നു. നിങ്ങളെന്താണ് ഇവിടെ? ഞങ്ങളിങ്ങനൊരു ബോട്ട് അപകടത്തിൽപ്പെട്ടിട്ട് ഇവിടെ വന്നവരാണ്. ഈ മരം ഇവിടെ എങ്ങനെ വന്നു? അപ്പോൾ ജോസഫ് പറഞ്ഞു, ഞാൻ ഒരു വടി കുത്തിയതാണ്, അത് മരമായി മാറി. അപ്പോൾ നിങ്ങൾ അത്ഭുത പ്രവർത്തകരാണല്ലേ? ജോസഫ് പറഞ്ഞല്ല, ഞങ്ങളങ്ങനെ അത്ഭുതമൊന്നും പ്രവർത്തിക്കുന്നത്, ഇങ്ങനെ സംഭവിച്ചതാണ്. അപ്പോൾ ജോസഫും സംഘവും ആ ദ്വീപിൽ അവരുടെ ആതിഥ്യം സ്വീകരിച്ച് അവിടെ താമസിച്ചു. മാത്രമല്ല അവരോടൊക്കെ സുവിശേഷം ഘോഷിക്കുകയും ചെയ്തു. ഒരു ദിവസം ജോസഫിൻ്റെ മകൾ എല്ലാം ഒരു പാട്ട് പാടി. ഈ പാട്ട് കേട്ട ഒരു ചെറുപ്പക്കാരൻ അതിൽ ആകൃഷ്ടനായി. അവൻ ചോദിച്ചു, ഈ പാട്ട് നിനക്ക് എവിടെ നിന്ന് കിട്ടി? അത് ഞാൻ ചെറുപ്പത്തിലേ കേട്ടിട്ടുള്ളതാണ്. ഈ ചെറുപ്പക്കാരൻ മടങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ദ്വീപിൻ്റെ ഭരണാധികാരി അവിടെ വന്നു, അനുയായികളോടൊപ്പം അവിടെ വന്നു. ആ പാട്ട് പാടിയത് ആരാണ്? ഇപ്പോൾ ജോസഫ് പറഞ്ഞ എൻ്റെ മകളാണ്. കാരണം ഈ പാട്ട് ഞാൻ എഴുതിയ പാട്ടാണ്. അയാൾ പറഞ്ഞു, ഇതെങ്ങനെയാണ് ഇവൾക്ക് കിട്ടിയത്? അപ്പോൾ ജോസഫ് പറഞ്ഞു, അവളുടെ അമ്മയ്ക്ക് അമ്മയെ പാട്ട് പഠിപ്പിച്ച അധ്യാപകൻ പഠിപ്പിച്ചു കൊടുത്ത പാട്ടാണ്. അത് ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്തതാണ് കുട്ടിയായിരുന്നപ്പോൾ. ഉടനെ വന്ന ഭരണാധികാരി ജോസഫിൻ്റെ മുഖത്തേക്ക് നോക്കി. ജോസഫിനും ആളെ മനസ്സിലായി. അത് പണ്ട് തൻ്റെ ഭാര്യയായ സാറയെ സംഗീതം പഠിപ്പിച്ച നാൻ ക്ലെൻഡ്ര എന്നു പേരായ സംഗീത അധ്യാപകനാണ്. അദ്ദേഹം ഈ അപരിഷ്കൃത ഗ്രാമത്തിലെ അവരുടെ സംഘത്തിൻ്റെ തലവനാണ്, അവിടുത്തെ രാജാവാണ്. ആദിവാസി ഇംഗ്ലണ്ടിലെ ഒരു പ്രദേശമാണ്. അവിടുത്തെ സംഘത്തിൻ്റെ തലവനാണ്. അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി അവരുടെ ഒരു പുനഃസമാഗമം, പഴയ കാലങ്ങൾ, അപ്പോൾ സാറയുടെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അങ്ങനെ ജോസഫിനെ അവൾ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ധാരാളം സമ്പത്ത്, അവിടെ ഇഷ്ടം പോലെ ഈ രത്നങ്ങളും മറ്റ് ഒക്കെ വിളയുന്ന സ്ഥലം, ധാരാളം സമ്പത്തുള്ള പ്രദേശമാണ്.
അങ്ങനെ ഈ നാൻക്ലൻഡ്രായുടെ ഒരു ആതിഥ്യം സ്വീകരിച്ച് ജോസഫും സംഘവും അവിടെ ജീവിക്കുകയും ചെയ്തു. ജോസഫിൻ്റെ മരണത്തോടുകൂടിയാണ് ഈ നോവൽ അവസാനിക്കുന്നത്. ഇങ്ങനെ ബൈബിളിലെ സൂചിപ്പിച്ചു മാത്രം പോയ ഒരു സംഭവത്തെ ഒരുപാട് ചരിത്ര ഗവേഷണം നടത്തി. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഞാനിവിടെ ഈ വിവരണത്തിൽ ഒരുപാട് പറയാതെ വിട്ടു. ഒരുപാട് രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്. തൈബീരിയാസ് ചക്രവർത്തിയുടെയും അവിടെ നടന്ന ഉപജാപങ്ങളും ഒക്കെ ഉണ്ട്. ഇതെല്ലാം വളരെയധികം ഗവേഷണങ്ങൾ നടത്തിയിട്ടാണ് ഈ അലക്സാണ്ടർ റിപ്ലി ഈ നോവലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതെല്ലാം ഈ രൂപത്തിൽ സംഭവിച്ചതാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യം പറയാൻ പറ്റില്ല. പക്ഷേ ഇതെല്ലാം ചരിത്ര വസ്തുതകളാണ്. ജോസഫ് അരിമത്യായെ സംബന്ധിച്ച ഈ സംഗതികളും ചരിത്ര വസ്തുതകളാണ്. ഇംഗ്ലണ്ടിലെ ഈ കോൺവാൾ എന്നറിയപ്പെടുന്ന പ്രദേശത്തെ ഉള്ള ഈ പള്ളി, ആ പള്ളിയുടെ അവശിഷ്ടങ്ങൾ ഇന്നുമുണ്ട്. പണ്ട് ജോസഫും മറ്റുമൊക്കെ താമസിച്ചിരുന്ന അവർ പണിത ആ വീടാണ് പിൽക്കാലത്ത് പള്ളിയായി മാറിയതും മധ്യകാലഘട്ടത്തിൽ അത് മനോഹരമായൊരു ദേവാലയമായി മാറിയതും. അന്ന് ജോസഫ് നട്ട ആ ചെടിയുടെ വംശപരമ്പരയിൽപ്പെട്ട ചെടികൾ ഇപ്പോഴും അവിടെയുണ്ട്. ആ മരങ്ങൾ ഇപ്പോഴും ഉണ്ട്. എല്ലാ ക്രിസ്മസിനും പൂക്കുന്ന ആ മരങ്ങൾ ഇന്നും കാണികളെ, സന്ദർശകരെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്ന, അങ്ങനെ യേശുവിൻ്റെ രക്ഷാകര ദൗത്യത്തിൻ്റെ വളരെ മനോഹരമായ ഹൃദയാവർജകമായിട്ടുള്ള ഒരാഖ്യാനമാണ് അലക്സാണ്ട്ര റിപ്ലി ഈ നോവലിലൂടെ നടത്തിയിരിക്കുന്നത്. ഇംഗ്ലണ്ടിൽ ക്രിസ്തുമതം എത്തിയതിൻ്റെ പിന്നിലുള്ള ആ ഒരു ചരിത്രപരമായ വസ്തുതകൾ കൂടി ഇതിൻ്റെ അടിസ്ഥാന ധാരയായി വർത്തിക്കുന്നു എന്ന പ്രത്യേകതയും ഈ നോവലിനുണ്ട്. ക്രിസ്തീയ ദർശനവുമായി ബന്ധപ്പെട്ട മറ്റൊരു കൃതിയുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നമസ്കാരം.